ആ മുത്ത് റസൂലിന്റെ വരവാണ്. ആ പരിശുദ്ധമായ നൂറിനെ ആവരണം ചെയ്തിരിക്കുന്ന ദാത്തുൽ ശരീഫിന്റെ വരവാണ്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം, പുണ്യവസന്തം, പ്രഥമ വസന്തം. ആ റബീഇലാണ് ആ ഹബീബരായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൗമലോകത്തേക്ക് അതാ നിയോഗിക്കുന്നത്, പറഞ്ഞയക്കുന്നത്. ആ ഹബീബരായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവിനെ സന്തോഷത്തോടുകൂടി ആകാശഭൂമികൾ ഇരുകരങ്ങളും നീട്ടി സന്തോഷത്തോടെ സ്വീകരിച്ചില്ലേ? ആവേശത്തോടെ മർഹബ പാടിയില്ലേ? പ്രപഞ്ചം ആനന്ദ നൃത്തം ചെയ്തില്ലേ? ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ സൃഷ്ടികള് സന്തോഷിച്ച ദിവസം അത് ഹബീബരായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദിന്റെ സമയമല്ലേ? ആ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ ഹബീബരായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സൃഷ്ടിച്ച രൂപമാ ഇമാം ബൂസിരി തങ്ങൾ പറഞ്ഞത്. ആ ഐനുന്നൂറായ ആ നൂറാനിയത്തിന്റെ സത്തക്ക് അല്ലാഹു പരിശുദ്ധമായ ദാത്തുൽ ശരീഫ് കൊണ്ട് പൊതിഞ്ഞിട്ട് ആ പരിശുദ്ധമായ ദാത്തുൽ ശരീഫിനെ ഈ ഭൂമി ലോകത്തേക്ക് സംവിധാനിച്ച സംവിധാനം, ആ സൃഷ്ടിപ്പ് ലോകത്ത് ഒരു മാതാവും അങ്ങനെയുള്ളൊരു മോനെ പ്രസവിച്ചിട്ടില്ല. എന്തൊരു ഭംഗിയാണ്! ഒരു ന്യൂനതയും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത, എല്ലാ നിലക്കും പരിപൂർണരായ അക്മലുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാഖൻ നബീന ഫീ ഖൽഖിൻ. ആ സൃഷ്ടിപ്പ് ഏറ്റവും ഉന്നതമാണ്. ആ പരിശുദ്ധമായ ആമിന ബീവിയിൽ നിന്ന് അതേ അബ്ദുല്ലാഹ് എന്നവർ റളിയല്ലാഹു അൻഹുമാ അവരുടെ മകനായി അല്ലാഹു ഈ ഭൂമി ലോകത്തേക്ക് സംവിധാനിച്ച ആ ഐനുന്നൂറായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ തങ്ങളുടെ പരിശുദ്ധമായ മുത്ത് റസൂലിന്റെ മുഖത്തിന്റെ പ്രകാശം എത്രയാണ്, എത്ര ഭംഗിയാണ്! ഇമാം ബൂസിരി തങ്ങൾ വെറുതെ പറഞ്ഞതാണോ? അസ്ഹാബു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സ്വഹാബത്ത് പറഞ്ഞില്ലേ, ഞങ്ങൾ 14-ാം രാവിന്റെ ചന്ദ്രൻ ആകാശഗംഗയിൽ ആ പൂർണ്ണ ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്ന സമയം മദീനയിൽ മുത്ത് റസൂലുണ്ട്. അതേ, ഞങ്ങള് മദീനയിലുണ്ട്. ഞങ്ങൾ ആ ആകാശഗംഗയിലേക്ക് ഇങ്ങനെ നോക്കും, ആ പൂർണ്ണ ചന്ദ്രനെ നോക്കും. എന്നിട്ട് ഹബീബരായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ തിരുവദനത്തിലേക്കും ഒന്ന് നോക്കും. വീണ്ടും ഞങ്ങൾ ആകാശഗംഗയിലേക്ക് കണ്ണിനെ പായിപ്പിക്കും. ആ ആകാശഗംഗയിൽ തത്തിക്കളിക്കുന്ന പൂർണ്ണചന്ദ്രനെ നോക്കും. വീണ്ടും ഞങ്ങൾ ഹബീബിന്റെ മുഖത്തേക്ക് നോക്കും. വീണ്ടും ആകാശഗംഗയിൽ തത്തിക്കളിക്കുന്ന പ്രോജ്വലിച്ചു നിൽക്കുന്ന 14-ാം രാവിലെ ചന്ദ്രനെ നോക്കും. ഹബീബിന്റെ മുഖത്തേക്ക് വീണ്ടും നോക്കും. മഹാന്മാരായ സഹാബത്ത് പറയുന്നു, 14-ാം രാവിൽ അതാ പൂർണ്ണ ചന്ദ്രനായി ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രൻ പോലും ഹബീബരായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ തിരുവദനത്തിന്റെ മുമ്പിൽ ലജ്ജിച്ചു നാണം കൊണ്ട് തലതാഴ്ത്തി
താഴ്ത്തുകയാണ്. ആ മുത്തിലും മുത്തായ മുത്ത് റസൂലിന്റെ ആ പരിശുദ്ധമായ ആ മുഖത്തിന്റെ കാന്തിയുണ്ടല്ലോ, ആ മുഖത്തിന്റെ സൗന്ദര്യമുണ്ടല്ലോ, അവിടുന്ന് ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആ നൂറാനിയത്തുണ്ടല്ലോ, ചന്ദ്രൻ പോലും അതാ ലജ്ജിച്ച് തല താഴ്ത്തുന്നു, നാണിച്ച് തല താഴ്ത്തുന്നു. ചന്ദ്രൻ പരാജയപ്പെടുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് സഹാബത്ത് പറഞ്ഞത്, ഓ പുന്നാര തങ്ങളെ, അവിടത്തെ മുഖത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ നോക്കുമ്പോ ആ മുഖത്തുകൂടെ ചന്ദ്രൻ ഇങ്ങനെ വട്ടമിട്ട് ചലിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് തോന്നാറുണ്ട്. സൂര്യൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് തോന്നാറുണ്ട്. അസ്ഹാബു റസൂലില്ലാഹ്, ഓ പ്രിയപ്പെട്ട കൂട്ടുകാരെ, കാണണ്ടേ ആ തിരുവദനം, ആ പരിശുദ്ധമായ മുഖഗമനം ആസ്വദിക്കണ്ടേ നമുക്ക്. ഹബീബരായ തങ്ങളെ കണ്ട അസ്ഹാബു റസൂലില്ലാഹ് ആസ്വദിച്ചില്ലേ, ആനന്ദിച്ചില്ലേ, ആനന്ദ നൃത്തമാടിയില്ലേ, ആ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്നില്ലേ. അതേ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, പലതവണ നമ്മുടെ വേദികളിൽ നിന്ന് നമ്മുടെ ഉസ്താദുമാർ അതേ മജ്ലിസുൽ മൗലിദിൽ വെച്ച് വന്യരായ ശൈഖുന ആവർത്തിച്ച് നമ്മളെ കേൾപ്പിച്ചതല്ലേ സിദ്ദീഖ് തങ്ങളുടെ സ്റ്റേറ്റ്മെന്റ്. എനിക്ക് ഈ ഭൂമി ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? അന്നളുറു ഇലൈക യാ റസൂലല്ലാഹ്, ആ പുഞ്ചിരി തൂകുന്ന വദനം, ആ പരിശുദ്ധമായ മുഖം, ആ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കലാണ്. അതല്ലേ നമുക്കും ഇഷ്ടം. അതല്ലേ മങ്കൂസ് മൗലിദിലും പറയുന്നത്, ബുസ്റാലനാ, ഈ ഉമ്മത്തിന് ഏറ്റവും വലിയ സന്തോഷം, സർവമംഗളങ്ങളും സർവ സന്തോഷങ്ങളും ആ ഹബീബരായ തങ്ങളുടെ മുഖഗമനം ആസ്വദിക്കലിലാണ്, ആ തിരുവദനം കാണലിലാണ്. എന്തൊരു ഭംഗിയാണ് ആ ഹബീബരായ തങ്ങളുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും. അതിനെ വിവരിക്കാനും വർണ്ണിക്കാനും ഇമാമിങ്ങള് ഗ്രന്ഥരചന നടത്തിയില്ലേ. ആ മുഖത്തെക്കുറിച്ച് എത്രയാ മഹാന്മാര് വർണ്ണിച്ചത്. ആ വിശാലമായ നെറ്റിത്തടം, ആ നെറ്റിത്തടത്തിൽ ചില സന്ദർഭങ്ങളിലൊക്കെ വിയർപ്പ് കണങ്ങൾ ഇങ്ങനെ പൊടിയുന്ന ആ ഒരു മനോഹരമായ സൗന്ദര്യത്തിന്റെ തിലകക്കുറിയായി മാറുന്നൊരു രംഗമുണ്ട്. അതേ, ആ നെറ്റിത്തടത്തിൽ രണ്ട് നയനങ്ങൾക്ക് മുകളിലായി കറുത്ത ആ പുരികങ്ങളുടെ മനോഹാരിത ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെച്ചില്ലേ. ആ അസ്റഫുൽ അഅ്ളായ ആ തിരുമുഖത്ത് സൗന്ദര്യത്തിന്റെ തിലകക്കുറിയായി അല്ലാഹു ചാർത്തിക്കൊടുത്തിരിക്കുന്ന അവിടത്തെ ആ പരിശുദ്ധമായ മൂക്കിനെ സംബന്ധിച്ച്, നാസികാദ്വാരങ്ങളെ സംബന്ധിച്ച് എത്ര ഭംഗിയായിട്ടാ മഹാന്മാര് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അതെ, ആ കണ്ണിന്റെ കൃഷ്ണമണിയുടെ തിളക്കം എത്ര മനോഹാരിതമാണ്. ആ കണ്ണിന്റെ ഇമകൾ, ആ പുരികങ്ങൾ എല്ലാം എത്ര ഭംഗിയാണ്. എന്തേ ഹബീബരായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അക്മലുൽ ഖൽഖല്ലേ. അവിടത്തെ പരിശുദ്ധമായ കവിൾത്തളം കൂടുതൽ ഒട്ടിയിട്ടല്ല, വല്ലാതെ പുറത്തേക്ക് തള്ളിയിട്ടുമല്ല,
എത്ര ഭംഗിയില അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സംവിധാനിച്ചിട്ടുള്ളത്. അതെ, ആ പരിശുദ്ധമായ ചെഞ്ചുണ്ടുകള്, ആ പവിത്രമായ അധരങ്ങള്, എന്തൊരു ഭംഗിയാണ് ആ ചുവന്ന് തുടുത്തിട്ടുള്ള ഹബീബരായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇരു അധരങ്ങൾ. മേലധരത്തിന്റെ മുകളിൽ കാണുന്ന ആ ചുണ്ടിന്റെ ചുവപ്പ് കാണുന്ന രൂപത്തിൽ സംവിധാനിച്ച് വെച്ചിരിക്കുന്ന ആ മീശയുടെ ഭംഗി എത്രയാണ്! ആ മുഖത്ത് സൗന്ദര്യത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കുമാറ് രൂപത്തിലുള്ള ദാടിയുടെ മനോഹാരിത എത്രയാണ്! ആ ഹബീബരായ തങ്ങൾ ആ പൊൻവിതൃമ്പ്യ ചുണ്ടുകളൊന്ന് ചലിപ്പിച്ചുകൊണ്ട് മുത്തൊന്ന് പുഞ്ചിരിച്ചാൽ ആ ഇരു ചെഞ്ചുണ്ടുകൾക്കിടയിലൂടെ മുല്ലപ്പൂമാല കൂർത്തിണക്കിയതുപോലെയുള്ള ആ പല്ലുകളൊന്നു കാണാൻ എന്തൊരു ഭംഗിയാണ്! സഹാബത്ത് അത് ആസ്വദിച്ചില്ലേ? സഹാബത്ത് അത് അനുഭവിച്ചില്ലേ? 14-ാം രാവിലെ ചന്ദ്രൻ പോലും നാണിച്ചു നിൽക്കുന്ന രൂപത്തിലുള്ള അവിടത്തെ പുഞ്ചിരി കണ്ടിട്ട് മഹാന്മാരായ അസ്ഹാബു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പരിശുദ്ധിയുടെ പുഞ്ചിരി കണ്ടിട്ട് സഹാബത്ത് ആവേശം കൊണ്ടില്ലേ? ആനന്ദ നൃത്തമാടിയില്ലേ? അതവർക്ക് മറക്കാൻ കഴിയുന്നില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, ആ പരിശുദ്ധമായ വദനം സാധുക്കളായ നമുക്കുമൊന്നു കാണണ്ടേ? ഈ റബീഅ് അതിന് നമുക്ക് വേദിയാകണം. ഈ പരിശുദ്ധ റബീഇന്റെ ദിനരാത്രങ്ങൾ മഹബ്ബത്തിന്റെ ദിനരാത്രങ്ങളാക്കി മാറ്റണം. നമ്മുടെ നാക്കിൻതുമ്പുകള്, അതേ നമ്മുടെ മശായിഖന്മാര് ശൈഖുന പ്രത്യേകം പറഞ്ഞില്ലേ, കൂടുതൽ സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട മാസമാണിത്, കൂടുതൽ മദ്ഹ് ചൊല്ലേണ്ട മാസമാണിത്. അത് നമ്മുടെ മജ്ലിസുകളിൽ മാത്രം പോരാ, വീടുകളിലും നമ്മുടെ മുഴുവൻ വീടുകളും ഹബീബരായ തങ്ങളുടെ ആ പരിശുദ്ധമായ മൗലിദ് കൊണ്ട് അലങ്കൃതമാകണം. ആ പരിശുദ്ധമായ മൗലിദ് കൊണ്ട് അലങ്കരിക്കണം. ആ ശബ്ദവീജികളെ കൊണ്ട്, ആ പ്രവാചക പ്രകീർത്തനാനുരാഗത്തിന്റെ മനോഹാരിതമായ നിമിഷങ്ങളായി നമ്മുടെ വീട്ടിന്റെ അകത്തളങ്ങളിൽ മാറണം. ആ രൂപത്തിൽ നമ്മൾ നീങ്ങണം. ഈ പരിശുദ്ധമായ റബീഉൽ അവൽ അവസാനിക്കുമ്പോഴേക്ക് നമുക്ക് ആ ഹബീബിനെ കാണണം, ഒരുപാട് തവണ കാണണം, ആ മുഖഗമനം ആസ്വദിക്കണം. നമ്മുടെ മശായിഖന്മാരുടെ വസീലയിൽ നമുക്കത് കാണണം. അത് കാണാൻ കഴിയും കേട്ടോ. നല്ല മഹബ്ബത്തുണ്ടോ? അതേ, സ്വലാത്ത് വർദ്ധിപ്പിച്ച് നല്ല ശുദ്ധിയോടുകൂടി നമ്മൾ കിടന്നുറങ്ങുന്നുണ്ടോ? ആശിക്കുന്നുണ്ടോ? മനസ്സ് തിടുക്കം കാണിക്കുന്നുണ്ടോ? നമ്മുടെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ നമ്മൾ പ്രതിഷ്ഠിക്കേണ്ട രാജാവാരാ? സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേൾഡ് കപ്പ് വന്ന സമയത്ത് ഏതൊക്കെയോ ടീമിന്റെ ആളുകളായി ഫ്ലക്സ് ബോർഡ് വെച്ച കൂട്ടുകാരെ, അത് നിങ്ങൾ ആ സമയത്ത് അത് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ആ ഒരു ആ കലാത്മകമായ വിഷയങ്ങളോട്, അതേ സ്പോർട്സിനോടുള്ള നിങ്ങളൊരു മാനസികമായ താല്പര്യമാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അതൊരു പ്രത്യേക സമയത്തുള്ളതാണ്. അത് കഴിഞ്ഞു. ആരെ നമ്മൾ മനസ്സിൽ കൊണ്ട് നടന്നാലും, ആരെ ഫ്ലക്സ് ബോർഡ് വെച്ചാലും, ആരുടെയൊക്കെ ഫോട്ടോകൾ നമ്മളെ വാഹനത്തിൽ സ്റ്റിക്കറായി വെച്ചാലും, അതൊക്കെ ഈ ഭൗമലോകത്തെ ക്ഷിപ്രസാധ്യമായ സമയത്ത് മാത്രമുള്ള ചില കാര്യങ്ങളാണ്. എന്നാൽ എല്ലാ സമയത്തും നമ്മളെ രക്ഷിക്കുന്ന, നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന, ആരാരും സഹായിക്കാനില്ലാത്ത സമയത്തും നമ്മളെ വിഷയങ്ങളിൽ ഇടപെടാനുള്ള നേതാവാരാ? മരണസമയത്ത് നമ്മുടെ സമീപത്തേക്ക് വരുന്ന നായകനാരാ? ഖബറിൽ നമ്മളെ
നമ്മളെ കൊണ്ടുപോയി വെക്കുമ്പോ നമ്മളെ ഖബറിലേക്ക് കൊണ്ടുവന്നിട്ട് ആരെക്കുറിച്ചാ ചോദ്യം ചോദിക്കുന്നത്? ആ നായകനാരാ? മഹ്ശറിൽ ആരും നമ്മളെ സഹായിക്കാനില്ല, കൂട്ടുകാരില്ല, നാട്ടുകാരില്ല, കുടുംബക്കാരില്ല, ഒരു നേതാവുമില്ല, ഒരു സംഘടനാ നായകനുമില്ല, ഒരു പ്രസ്ഥാന ബന്ധുവില്ല, ഒരു ഉസ്താദില്ല, ഒരു മാഷില്ല, ഒരു അധ്യാപകനില്ല. അവിടെയും നമ്മളെ രക്ഷപ്പെടുത്താനുള്ള നായകരാരാ? മുത്തിലും മുത്തായ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടത്തെ വാരിസീങ്ങളായ മശായിഖന്മാരാണ്. ആ ഒരു ബോധം നമ്മുടെ കൽബിലുണ്ടാകണേ. ആ നിലക്ക ഹബീബിനെ കൽബിൽ പ്രതിഷ്ഠിക്കണേ, മനസ്സ് നിറയണേ, മുത്ത് റസൂലിനെ കൽബിലേക്ക് കൊണ്ടുവരണേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് മനസ്സിരുത്തി ചിന്തിക്കണേ. നമ്മുടെ മശായിഖന്മാര് മുത്ത് റസൂലിനെ കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുമ്പോ ഹബീബരായ തങ്ങള് മുന്നിൽ ഇങ്ങനെ വന്നു നിൽക്കുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നാറില്ലേ? അതേ മുത്ത് റസൂലിനെ കണ്ടവർക്കല്ലേ അവരെ കുറിച്ച് പറയാനാകൂ. ആ മശായിഖന്മാര് പറഞ്ഞു തന്ന രൂപം കൽബിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. പറയുന്നവരെന്തും പറയട്ടെ, മുത്ത് റസൂലിന്റെ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി ഹഖ്ഖാ ഫഇന്ന ശൈത്താന ലാ യതമസ്സലു ബി. എന്നെ ഒരാള് സ്വപ്നത്തിൽ കണ്ടാൽ കണ്ടത് എന്നെ തന്നെയാണ്. എന്റെ രൂപത്തില് ഞാനാണെന്ന് പറഞ്ഞിട്ടോ, ഞാനാണെന്ന് തോന്നിപ്പിച്ചിട്ടോ, ഞാനാണെന്ന് ധ്വനിപ്പിച്ചിട്ടോ, എന്റെ രൂപത്തിലോ ഒരു മേഖലയിലും എന്നെ അഡ്രസ് ചെയ്തുകൊണ്ട് പിശാചിന് കടന്നു വരാൻ ഒരു വഴിയുമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രഖ്യാപനം വന്നിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ പിശാചുവാദികളായ, ഏതൊക്കെ നശിച്ച നാവിന്റെ ഉടമകളായ, ഏതൊക്കെ വ്യാജന്മാരായ മൊയ്ലിയേക്കന്മാര് അല്ലാഹുവിന്റെ റസൂലിനെ സാധാരണക്കാരൻ കണ്ടാൽ പിശാചായേക്കാമെന്ന് ഏതൊക്കെ ആളുകൾ വിസർജിച്ചാലും അതൊക്കെ ഹമുക്ക് വാക്ക് ചെവിക്ക് പുറത്താണ്. ആ പറഞ്ഞവൻ ഹമാഖത്ത് പറഞ്ഞവനാണ്. അവനാണ് ദുന്യാവിലെ ഏറ്റവും നമ്പർ 1 ഹമുക്കെന്ന് മനസ്സിലാക്കി അവന്റെ ഹമുക്ക് വാക്ക് ചെവിക്ക് പുറത്താക്കുക. അതിനെ നമ്മൾ അവഗണിക്കുക, അർഹിക്കുന്ന അവജ്ഞയോടെ വലിച്ചെറിയുക. അത് കേട്ടിട്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലാതിരിക്കരുത്. റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണാൻ സാധാരണക്കാരായ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ. ഞങ്ങൾ കണ്ടാലും അത് റസൂലുള്ളയാണെന്ന് ഉറപ്പാക്കാൻ പറ്റൂലല്ലോ. അതൊരു തലേകെട്ട് കെട്ടിയ മൊയ്ലിയേര് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. അവൻ മൊയ്ലിയേരല്ല, അവൻ മൊയ്ലിയേര കോലത്തിൽ വന്ന ഈ നൂറ്റാണ്ടിന്റെ ശാപമായ ദജ്ജാലാണ് കേട്ടോ. അവന്റെ കെണിവലയിൽപ്പെട്ടിട്ട് മുസ്ലിമീങ്ങൾ കുടുങ്ങി പോകണ്ട. അവൻ നമ്പർ 1 കള്ളനാണ്. ദജ്ജാലൂന കദ്ദാബൂൻ. മുത്ത് റസൂല് പറഞ്ഞതിനപ്പുറം പറയുന്നവൻ അവൻ കള്ളനല്ലെങ്കിൽ, അവൻ ദജ്ജാലല്ലെങ്കിൽ, അവൻ നശിച്ച നാവിന്റെ ഉടമയല്ലെങ്കിൽ പിന്നാരാ? ദുന്യാവിൽ നശിച്ചവൻ വേറെ ഇല്ലല്ലോ. അവന്റെ തലേക്കെട്ടത്ര ഉഷാറായാലും, അവൻ ഏതൊക്കെ രൂപത്തിൽ അണികളുള്ളവനായാലും, അവൻ ആരൊക്കെ ഇരുത്തി ഇന്റർവ്യൂ നടത്തിയാലും, ആരൊക്കെ രൂപത്തിൽ പിൻഗാമിയായി വരാൻ ശ്രമിച്ചാലും ആദർശ പൊരുത്തം ഇല്ലാത്ത, സുന്നത്ത് ജമാഅത്തുമായി ബന്ധമില്ലാത്ത പിഴച്ചവനാണ്. അവന്റെ ആ പിഴച്ച വാദം കേട്ടിട്ട് മുസ്ലിമീങ്ങളെ സ്വലാത്ത് ചൊല്ലൽ ഒഴിവാക്കണ്ട, സ്വലാത്ത് ചൊല്ലിക്കോ.
സ്വലാത്ത് ചൊല്ലി 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 നമ്മുടെ മനസ്സ് മറ്റൊരു മദീനയായി മാറട്ടെ. ഹബീബിനെ ഖൽബിലേക്ക് മശായിഖന്മാര് പറഞ്ഞ രൂപത്തിൽ പ്രതിഷ്ഠിക്കുക. എന്നിട്ട് ആ മുത്തിനെയൊന്നു കാണണം. നമ്മൾ പാപികളാണ്, ദോഷികളാണ്, അരുതായ്മകൾ പലതും സംഭവിച്ചിട്ടുണ്ട്. ഹബീബിന്റെ വസീലയിൽ, മശായിഖന്മാരെ വസീലയിൽ മുത്ത് റസൂല് നമുക്ക് മാപ്പ് തരട്ടെ. അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. ആ ഹബീബരായ തങ്ങള് റഹ്മത്തുല്ലിൽ ആലമീനാണ്. മങ്കൂസ് മൗലിദിന്റെ അവസാനത്തെ ഹിക്കായത്ത് കണ്ടില്ലേ? ഒരു ദിമ്മിയായ ഒരു അമുസ്ലിമായ മനുഷ്യൻ, ആ മനുഷ്യന് പോലും മുത്തിലും മുത്തായ മുത്ത് റസൂലിനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹ് നമ്മളെ ഖൽബിൽ ഈമാനിന്റെ കൈത്തിരി കത്തിച്ച് വെച്ച് തന്നിട്ടില്ലേ? നമ്മള് ആ ഷഹാദത്ത് ചൊല്ലിയിട്ടില്ലേ? നമ്മൾ ആ ഹബീബിനെ സ്നേഹിക്കുന്നില്ലേ? അവിടുത്തെ വാരിഥീങ്ങളായ മശായിഖിനെ മഹബ്ബത്ത് വെക്കുന്നില്ലേ? ഉറപ്പിച്ചോ, റഹ്മത്തുല്ലിൽ ആലമീനായ മുത്ത് റസൂൽ, ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ നിരാശപ്പെടുത്തൂല. നമ്മളെത്ര പാപികളാണെങ്കിലും ദോഷികളാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും എത്ര അമല് കുറഞ്ഞവനാണെങ്കിലും എത്ര ഇബാദത്ത് കുറഞ്ഞവനാണെങ്കിലും എത്ര തഖ്വ കുറഞ്ഞവനാണെങ്കിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ നിരാശപ്പെടുത്തൂല. യാ റഹ്മത്തല്ലാഹി ഇന്നി ഖായിഫുൻ വജിലൂ യാ നിഅമത്തല്ലാഹി ഇന്നി മുഫ്ലിസുൻ ആനി. റബ്ബിന്റെ റഹ്മത്തായ നബിയേ, റബ്ബിന്റെ നിഅമത്തായ നബിയേ, ഞാനൊന്നുമില്ലാത്തവനാണ്, കൈവലഞ്ഞവനാണ്, കയ്യിലൊന്നുമില്ലാത്തവനാണ്, പാവപ്പെട്ടവനാണ്, ദോഷിയാണ്, പാപിയാണ്. വലൈസ ലീ അമലുൻ, ഒരമലും എന്റെ കയ്യിലില്ല. അൽഖൽ അലീമ ബിഹി സിവാ മഹബ്ബതികൽ ഉളുമാ വ ഈമാനി. അവിടത്തേതിലുള്ള വിശ്വാസം, അല്ലാഹുവിലുള്ള വിശ്വാസം, അങ്ങയിലുള്ള അങ്ങേയറ്റത്തെ മഹബ്ബത്ത്, അങ്ങയോടുള്ള മഹബ്ബത്തല്ലാതെ ഒന്നും എന്റെ കയ്യിൽ കൈമുതലായിട്ടില്ല നബിയേ എന്ന് പറഞ്ഞ മഹാന്മാർ, അവരുടെ വഴിയിൽ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന മശായിഖന്മാരുടെ ആ ഖാദിമീങ്ങളായി, അവരുടെ അടിമകളായി ഈ ആഗതമായിരിക്കുന്ന പരിശുദ്ധമായ ഈ പ്രഥമ വസന്തത്തിൽ, ഈ പുണ്യ റബീഇൽ നമുക്കും റബ്ബിനോടിരക്കാം, മുത്ത് റസൂലിനോട് യാചിക്കാം, മശായിഖന്മാരെ വസീലയിൽ നമുക്ക് യാചിക്കാം. ഞങ്ങളെ ഹബീബിനെ ഒന്ന് കാണിച്ചു തരണമല്ലോ. ഞങ്ങളെ ഹബീബിന്റെ ആ പരിശുദ്ധമായ മുഖഗമനം ഞങ്ങൾക്കൊന്ന് ആസ്വദിക്കാൻ ഞങ്ങളെ കരളിന്റെ കഷ്ണങ്ങളായ മശായിഖന്മാരെ വസീലയിൽ ഈ പാപികളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമല്ലോ. അതിനു മുൻപ് നീ ഞങ്ങളെ റൂഹിനെ പിടിക്കല്ല അല്ലാഹ്.